എടുക്കുന്ന ഭാവമെങ്കിൽ അത് ഇവിടേക്ക് എടുക്കേണ്ട. 3 വർഷം കൂടെ നിന്ന് ഇപ്പോൾ കാല് വാരുന്ന അമേരിക്കയോട് പോയി പണി നോക്കാൻ പറയാൻ ഉക്രൈന് യാതൊരു മടിയുമില്ല. സൈനിക സഹായം അടക്കമുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കിയാലും ട്രംപിന്റെ അഹങ്കാരത്തിന് മുന്നിൽ തോറ്റുതരാൻ ഉക്രൈൻ തയ്യാറല്ല. അപമാനിച്ചിറക്കി വിട്ട മാടമ്പിയോട് സന്ധി ചേരാൻ ഒരിക്കലും ഒരുക്കമല്ല. ചോരാത്ത പോരാട്ട വീരത്തോടെ വീണ്ടും യുദ്ധമുഖത്തേക്ക് ഇറങ്ങുകയാണ് ഉക്രൈൻ. ഇത്തവണ അമേരിക്ക കൂടെയില്ലെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ആ നീക്കം. എതിർഭാഗത്ത് റഷ്യയുടെ അട്ടഹാസം കേൾക്കാം. ഉക്രൈന്റെ ഭാവി ഇനി എന്താണ് നമുക്ക് പരിശോധിക്കാം. ഒടുവിൽ നമ്മൾ വിചാരിച്ചത് തന്നെയാണ് നടക്കുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടുള്ള ദേഷ്യം ട്രംപ് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ധിക്കാരം പറഞ്ഞതിന് അമേരിക്ക നൽകുന്ന ധനസഹായം എല്ലാം തന്നെ പിൻവലിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. എന്തായാലും ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. അമേരിക്കയ്ക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ പ്രിയപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ തന്നെയാണ്. റഷ്യയെ പരമാവധി പിന്തുണയ്ക്കുകയും ഉക്രൈനെ അടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന നിലപാട് ട്രംപ് തുടങ്ങിയിട്ട് കാലങ്ങളുമായി. ഉക്രൈന് നൽകുന്ന ധനസഹായം നിർത്തലാക്കുന്നതിനോടൊപ്പം തന്നെ റഷ്യയ്ക്ക് വേണ്ട പിന്തുണയും അറിയിക്കുന്നതിനായി അമേരിക്ക ഇതിനോടകം തന്നെ നടപ്പിലാക്കിയ റഷ്യയുടെ ഉപരോധങ്ങളൊക്കെ പിൻവലിക്കാനുള്ള പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 3 വർഷമായി യുദ്ധം നടക്കുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലാണ് യുദ്ധത്തിനെതിരെ പ്രതിഷേധിച്ച്, ശരിക്കും പറയുകയാണെങ്കിൽ റഷ്യയുടെ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിച്ച് അമേരിക്ക അടക്കം യൂറോപ്പിലെ പല രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നിട്ടിപ്പോൾ ട്രംപ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കീഴ്മേൽ മറിഞ്ഞു. 17,000-ത്തിലധികം ഉപരോധങ്ങളാണ് റഷ്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം പിൻവലിച്ച് റഷ്യയുമായുള്ള സൗഹൃദം പുതിയ ഘട്ടത്തിലേക്ക് എത്തിക്കാനാണ് ട്രംപിന്റെ പദ്ധതി. ഒന്ന് ഓർത്തു നോക്കൂ. കഴിഞ്ഞ 3 വർഷം അമേരിക്കയുടെ പിൻബലത്തിലാണ് റഷ്യയെ ഉക്രൈൻ നേരിട്ടിട്ടുള്ളത്. സൈനിക ബലമായും സാമ്പത്തിക ശക്തിയായിട്ടും അമേരിക്ക ഉണ്ടല്ലോ എന്ന ആത്മവിശ്വാസം ഉക്രൈനിയൻ സൈനികർക്ക് നൽകിയത് ചില്ലറയൊന്നുമല്ല. എന്നാൽ അതേ സൈനികരുടെ മനോബലം മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ തീരുമാനത്തോടുകൂടി ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ട്രംപ് ചെയ്യുന്നത് പുതിനെ സന്തോഷിപ്പിക്കാനാണെന്ന് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് റഷ്യയ്ക്ക് നൽകുന്ന, അതായത് അമേരിക്കയുടെ പിൻബലമില്ലാതെ ഉക്രൈൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് റഷ്യയ്ക്ക് നൽകുന്ന മനോബലം വളരെ കൂടുതലുമാണ്. ഇത്ര നാളും റഷ്യ നേരിട്ടത് ശരിക്കും അമേരിക്കൻ സാങ്കേതിക വിദ്യയെയും ആയുധബലത്തെയും ഒക്കെയായിരുന്നു. എന്നാൽ ഇനി മുതൽ അമേരിക്കയുടെ ഒരു സഹായവും ഉക്രൈന് നൽകില്ല എന്ന് ട്രംപിന്റെ തീരുമാനത്തോടുകൂടി അത് വലിയ ആത്മവിശ്വാസം റഷ്യൻ സേനയ്ക്കും റഷ്യയിലെ ഓരോ പട്ടാളക്കാർക്കും നൽകുന്നുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് റഷ്യയ്ക്കൊപ്പം എന്നത് റഷ്യയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. എന്നാൽ ഇവിടെ കോട്ടം സംഭവിച്ചതോ ഉക്രൈനും. കഴിഞ്ഞ 3 വർഷമായി അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്ന നയം ഇപ്പോൾ പെട്ടെന്ന് മാറിയത് അമേരിക്കൻ പൗരന്മാർക്കിടയിൽ പോലും വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലുണ്ടായ സെലൻസ്കി ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇതിനെല്ലാം ആധാരമായത് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇറങ്ങിപ്പോകാനുള്ള ട്രംപിന്റെ മാടമ്പിത്തരത്തിന് തക്ക മറുപടി നൽകാൻ ഉക്രൈൻ പ്രസിഡന്റിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന് ലോകത്ത് നിരവധി കയ്യടികൾ നേടാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ അമേരിക്കയിൽ ട്രംപിനെതിരെയുള്ള വിമർശനങ്ങൾ കാര്യമായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ കൊമേഡിയനായ ജിമ്മി കിമ്മൽ ട്രംപിനെ വിശേഷിപ്പിച്ചത് ട്രംപ് പുതിന്റെ പാവ ആണെന്നാണ്. അതായത് പുതിൻ തിരിക്കുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാവയാണ് അത്രേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാത്രവുമല്ല, ഹോളിവുഡിലെ നിരവധി താരങ്ങൾ ട്രംപിനെതിരെ വിമർശനവും നടത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഉക്രൈൻ പ്രസിഡന്റുമായുള്ള സംസാരത്തിൽ ട്രംപിനൊപ്പം ഇരുന്ന് അദ്ദേഹത്തിന് സ്തുതി പാടിയ, അതായത് ട്രംപിന് സ്തുതി പാടിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെതിരെയും വിമർശനങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അവധിക്കാലം ചിലവഴിക്കാനായി ഒരു റിസോർട്ടിൽ എത്തിയ വൈസ് പ്രസിഡന്റിനെ കാത്ത് പ്രതിഷേധകർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. റഷ്യയിൽ എവിടെയെങ്കിലും പോയി സമയം ചിലവഴിക്കൂ എന്നും നിങ്ങളെല്ലാം പുതിന്റെ ആളുകളാണെന്നുമായിരുന്നു പ്രതിഷേധകർ പറഞ്ഞത്. കഴിഞ്ഞ 3 വർഷമായി അമേരിക്കൻ ജനത ഉക്രൈൻ എന്ന രാജ്യത്തിന് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ജോ ബൈഡൻ ഭരിക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല ഉക്രൈന്റെ കൂടെ നിൽക്കാനാണ് അമേരിക്കയിലെ ഭൂരിഭാഗം ജനതയുടെയും തീരുമാനം. ഒരുപക്ഷെ റഷ്യൻ വിരുദ്ധതയും അതിലെ പ്രധാന ഘടകം തന്നെയായിരിക്കാം. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ജോ ബൈഡൻ ഇറങ്ങുകയും അവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുകയും ചെയ്യുന്നതോടെ കാര്യങ്ങളെല്ലാം മാറുന്നു. അമേരിക്കൻ പ്രസിഡന്റിനുണ്ടായ നിലപാട് മാറ്റത്തെ അത്രയ്ക്ക് നിഷ്കളങ്കമായി അംഗീകരിച്ചു കൊടുക്കാൻ അമേരിക്കൻ ജനത തയ്യാറല്ല എന്നതിന്റെ തെളിവായിരുന്നു ഇത്തരം സന്ദർഭങ്ങളൊക്കെ. അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ട്രംപ് വിശേഷിപ്പിച്ചത് സ്വേച്ഛാധിപതി എന്നാണ്. യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം ഉക്രൈന് മാത്രമാണ് എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത്. താൻ എന്തോ മഹാകാര്യം
ചെയ്യുകയാണെന്ന ഭാവത്തോടെ ഉക്രൈന്റെ ധാതു സമ്പത്തിന്റെ പകുതി അവകാശം അമേരിക്കയ്ക്ക് വേണമെന്ന് പറയാൻ പോലും ട്രംപ് റെഡിയായി. ഇത്ര നാളും ഉക്രൈന് വേണ്ടി അമേരിക്ക ചെലവാക്കിയ പണത്തിന്റെ കൂലി എന്നായിരുന്നു ഇതിനെക്കുറിച്ച് ട്രംപിന്റെ വാദം. അതിനിടയിൽ അമേരിക്കയിൽ പ്രചരിച്ച ഒരു വാർത്തയുണ്ട്. അമേരിക്കയിലുള്ള ജനങ്ങളിൽ പലരും ഉക്രൈനുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവർ നിയമ നടപടി എടുക്കണമെന്ന ഒരു തീരുമാനം ട്രംപ് സ്വീകരിച്ചു എന്നതായിരുന്നു ആ വാർത്ത. അത് കണ്ട് പലർക്കും പേടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തായാലും അത് ജനങ്ങളെ പരിഭ്രാന്തമാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഉടനെ തന്നെ അതിന്റെ കാരണങ്ങൾ വിശദമായ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അതാരോ പടച്ചുവിട്ട ഒരു വാർത്തയാണ്. ശരിക്കും അങ്ങനെ ഒരു തീരുമാനം ട്രംപ് സ്വീകരിച്ചിട്ടില്ല. ട്രംപിന്റെ വലം കൈയും അതുപോലെ തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇന്ന് സുപ്രധാന വ്യക്തിയുമായിട്ടുള്ള ഇലോൺ മസ്ക് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ട്രംപ് എടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത്. ഇലോൺ മസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിലും അദ്ദേഹം കാര്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സെലൻസ്കിയുടെ ഈ പ്രവൃത്തി തിന്മയാണെന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം. എല്ലാ കുറ്റവും സെലൻസ്കിയുടെ തലയിലേക്ക് ഇടുകയാണ് മസ്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാനഡയുടെ കാര്യം നമ്മൾ ആരും മറന്നു കാണില്ല. കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എന്താണ് സംഭവിച്ചത്? കാനഡയെ അമേരിക്കയുമായി കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഗവർണർ പദവി നൽകാമെന്ന് മസ്കും ട്രംപും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. ഒടുവിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇപ്പോൾ കാനഡയുടെ നേരെയുള്ളത് നേരെ തിരിഞ്ഞ് ഉക്രൈന്റെ മേലേക്കാണ് പതിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയെങ്കിലും ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിടണം എന്നതാണ്. അതായത് എങ്ങനെയെങ്കിലും ഉക്രൈന്റെ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയെ ആ സ്ഥാനത്ത് നിന്ന് പുകച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ഉക്രൈനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വ്യക്തി ഉക്രൈന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടും. ഇതിനുശേഷം എങ്ങനെയെങ്കിലും പുതിയ പ്രസിഡന്റിനെ അമേരിക്ക വശത്താക്കി വെടിനിർത്തൽ കരാറിൽ ഒപ്പിടിയിപ്പിക്കും. റഷ്യയോട് പിന്നെ അമേരിക്കയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റഷ്യ അതിന് ഓക്കെയും പറയും. ഇതാണ് ട്രംപിന്റെ പ്ലാൻ എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സൈനിക സഹായങ്ങൾ മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ വിമർശിച്ച് ഉക്രൈൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഉക്രൈന്റെ തലസ്ഥാനമായ കീവ് മോസ്കോ കീഴടങ്ങുന്നതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുക എന്ന് ഉക്രൈൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകി. സൈനിക സഹായങ്ങൾ മരവിപ്പിച്ചത് സംബന്ധിച്ച് തീരുമാനം തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രസിഡന്റ് സമാധാനത്തിലാണ് വിശ്വസിക്കുന്നതെന്നും റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന സഹായം നൽകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പ്രശ്നപരിഹാരത്തിന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. ട്രംപിന്റെ തീരുമാനം യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു മാസത്തെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള വഴികളാണ് ബ്രിട്ടനും ഫ്രാൻസും ഇപ്പോൾ തേടുന്നത്. ട്രംപിന്റെ തീരുമാനം റഷ്യയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതും അതേസമയം ഉക്രൈന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നതുമാണെന്ന് ജർമ്മനി പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലെ ചർച്ചയ്ക്കിടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ട്രംപ് വാക്പോരിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചർച്ചയ്ക്കിടെ സെലൻസ്കി ഇറങ്ങിപ്പോരുകയായിരുന്നു. സെലൻസ്കി യുഎസിനെ അപമാനിച്ചുവെന്നാണ് അന്ന് ട്രംപ് ആരോപിച്ചത്. ഏതായാലും ട്രംപിനോട് നേരിട്ട് പോലും മുട്ടാൻ തയ്യാറായ, രാജ്യത്തിന്റെ അഭിമാനം പണയം വെക്കാൻ തയ്യാറാകാതിരുന്ന സെലൻസ്കിക്ക് ഇന്ന് ആരാധകർ ഏറുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഉക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഉക്രൈനുള്ള പിന്തുണ തുടരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയേറ്റർ സ്റ്റാമർ അറിയിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലറായ ഒലാഫ് ഷോൾസ്, പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുൾപ്പെടെ പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികൾ ഉൾപ്പെട്ട രാജ്യങ്ങളും നേതാക്കളും ഉക്രൈനുള്ള പിന്തുണ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജർമ്മനിയുടെ അടുത്ത ചാൻസലറാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഫ്രെഡറിക് മെർസും യുക്രൈനുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? അമേരിക്കയുടെ പിന്തുണയില്ലാതെ റഷ്യയോട് മുട്ടാൻ ഉക്രൈന് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.